ഹായ് എവരിവൺ, AKR PSC ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളിന് ശേഷമാണ് നമ്മളൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. LDC LGS എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റാങ്ക് മേക്കിംഗ് സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. PSC തുടർച്ചയായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അടിസ്ഥാന ബേസിക് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്നാണ് നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്ലാസ്സിനെ കൊണ്ട് പ്രയോജനമുണ്ടായെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ റെയർ ഫാക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ക്ലാസ് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി. മാർബിൾ ഏതുതരം ശിലയ്ക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. മാർബിൾ ഏതുതരം ശിലയ്ക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ. ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ. പരിമിത വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ലയണൽ റോബിൻസ്. പരിമിത വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ലയണൽ റോബിൻസ്. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി 12ാം പദ്ധതി. സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 12ാം പദ്ധതി. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 6 ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ 6 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് 4A. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് 4A. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 326. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 326. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098 1098. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങൾ സിറസ് മേഘങ്ങൾ. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദരവനം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ്. ലോകത്തിലെ മരുഭൂമികളില്ലാത്ത ഏക വൻകരയാണ് യൂറോപ്പ്. ലോകത്തിലെ മരുഭൂമികളില്ലാത്ത ഏക വൻകര ഏതാണെന്ന് ചോദിച്ചാൽ അത് യൂറോപ്പാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനമാണ് ജനീവ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. തേഫാഗ സമരം നടന്ന സംസ്ഥാനം ബംഗാൾ. തേഫാഗ സമരം നടന്ന സംസ്ഥാനമാണ് ബംഗാൾ. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ.
ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ലാല ലജ്പത് റായ്. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ലാല ലജ്പത് റായ്. പ്രേമാശ്രമം എന്ന കൃതി ആരുടേതാണ്? പ്രേംചന്ദ്. പ്രേമാശ്രമം എന്ന കൃതി പ്രേംചന്ദിൻ്റെതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 72. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. പാരീസ് സമാധാന സന്ധി ഒപ്പുവെച്ച വർഷം 1919. പാരീസ് സമാധാന സന്ധി ഒപ്പുവെച്ച വർഷം 1919. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം സാധ്യമാക്കുന്നതിലൂടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം സാധ്യമാക്കുന്നതിലൂടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം വൈദ്യുത വിശ്ലേഷണം. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് വൈദ്യുത വിശ്ലേഷണം. ഒലിയം ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഒലിയം ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തമാണ് ഐസോമെറിസം. ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തം ഐസോമെറിസം. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് നിക്രോം. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് നിക്രോം. സാധാരണ മർദ്ദത്തിലും താപനിലയിലും ഒരു അലസവാതകത്തെ പോലെ പെരുമാറുന്ന വാതകമാണ് നൈട്രജൻ. സാധാരണ മർദ്ദത്തിലും താപനിലയിലും ഒരു അലസവാതകത്തെ പോലെ പെരുമാറുന്ന വാതകമാണ് നൈട്രജൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ട്രാൻസ്ഫോമർ. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. LNG, CNG എന്നിവയിലെ പ്രധാന ഘടകം മീതെയിൻ. LNG, CNG എന്നിവയിലെ പ്രധാന ഘടകമാണ് മീതെയിൻ. ഹൈഡ്രജൻ ബോംബ് നിർമ്മിച്ചിരിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബ് നിർമ്മിച്ചിരിക്കുന്നതിലെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് റുദർഫോർഡ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് റുദർഫോർഡാണ്. ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.2. ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.2 ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്
LDC LGS എക്സാമിൻ്റെ ഫോമായിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ട ക്ലാസ് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.